വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. പ്രതിനിധികളായി വന്നിട്ടുള്ള നിങ്ങൾ എല്ലാവരെയും ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സമരം വിജയിപ്പിക്കുക. ഇത് കവിഞ്ഞൊരു നേടാനില്ല. കാരണം കഴിഞ്ഞ 3 മാസക്കാലമായി നമ്മുടെ വീടുകളിൽ നേരാവണ്ണം അടുപ്പ് പോന്നിട്ടില്ല. നമ്മുടെ മക്കൾക്ക് നേരാവണ്ണം ആഹാരം കൊടുക്കാൻ പറ്റുന്നില്ല. അച്ഛനും അമ്മയ്ക്കും സമയത്തും കാലത്ത് മരുന്ന് വാങ്ങാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? എല്ലാവിധ ജോലിഭാരങ്ങളും ആശാവർക്കർമാരുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് മറ്റും നടക്കുന്ന ഒരു ആരോഗ്യമന്ത്രിയും ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പൊട്ടനെ പോലെ അഭിനയിക്കുന്ന ഒരു കേരള അഭിനവ മുഖ്യമന്ത്രിയുടെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ പിച്ചക്കാരല്ല, നമ്മൾ ഭിക്ഷ ചോദിക്കാൻ വന്നിരിക്കുന്നതല്ല. കഴിഞ്ഞ 4 മാസക്കാലമായി ജോലി ചെയ്തിട്ട് അതിന്റെ കൂലി കിട്ടാതെ ഇവിടെ പാവപ്പെട്ട സ്ത്രീകളെ പിടിച്ചിരുത്തി വെയിലോടെ കൊള്ളിക്കുന്ന ഒരു സർക്കാരിന്റെ മുമ്പിൽ അവരുടെ കണ്ണു കുറിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സമയത്ത് പങ്കെടുക്കുന്നത്. നമ്മളെ ശക്തമായ പ്രതിഷേധം നമ്മളെ ഈ സർക്കാരിനെ അറിയിച്ചു കൊള്ളുന്നു. ഈ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അവർ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും, നമുക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ 14 ജില്ലയിൽ നിന്ന് വന്ന ഒരു ജനപ്രതിനിധി പോലും ആ നിയമസഭയിൽ നമുക്ക് വേണ്ടി സംസാരിച്ചില്ല. എന്തുകൊണ്ട്? ഈ കോവിഡ് കാലത്ത് രാത്രിയിൽ എന്നെ പണിയെടുത്തവരല്ലേ നമ്മൾ. നമ്മുടെ ജീവൻ പറയാൻ വെച്ചല്ലേ നമ്മൾ ജോലി എടുത്തത്. രാത്രി 1 മണിക്ക് 2 മണിക്ക് ആംബുലൻസുകൾ വിളിച്ച് നമ്മൾ ആൾക്കാർക്ക് സൗജന്യമായി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തില്ലേ? ആ നമ്മളെയല്ലേ ഇവരെ അവഗണിക്കുന്നത്? എന്തടിസ്ഥാനത്തിലാണ് ഇവരെ നമ്മൾ അവഗണിക്കുന്നത്? ഒന്ന് പറയൂ. നമ്മൾ പറയുന്ന ജോലി ചെയ്യാത്തത് കൊണ്ടാണോ? ഈ മണിക്കൂർ വെച്ചിട്ട് നമ്മുടെ യൂണിയനെ സംബന്ധിച്ച എല്ലാ രേഖകളും നമ്മുടെ അറിയിക്കേണ്ട സമരമാണ് എന്നുള്ളത്. ഇന്നലെ നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് ചേച്ചിമാര് ചോദിച്ച് മെഡിക്കൽ ഓഫീസറെ അറിയിച്ചോന്ന്. പിന്നെ ഞാൻ രാത്രി 11 മണിക്ക് മെഡിക്കൽ ഓഫീസർക്ക് പേഴ്സണൽ മെസ്സേജ് ഇട്ട് 4 മാസമായി ഞങ്ങൾക്ക് വേതനം കിട്ടിയിട്ട് ഞങ്ങൾ ആശമാരും ഞങ്ങളെ ഡ്യൂട്ടിക്ക് കയറില്ല, ഞങ്ങൾ ശക്തമായ രാപ്പകൽ സമരത്തിൽ പങ്കെടുക്കുകയാണ്. മെഡിക്കൽ ഓഫീസർ ഒന്നും വേണ്ടിയിട്ടില്ല. കാരണം മാഡം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. കാരണം അവർക്ക് അപ്പൊ നമ്മളെ മനസ്സിലാക്കുന്ന മേലുദ്യോഗസ്ഥരുമുണ്ട് നമ്മുടെ കൂടെ. പക്ഷേ ഒരു അടിക്കടി നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന ജോലി ഭാരം നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. ശൈലി ആപ്പും അതും ഇതും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ വീട് വിടാന്തരം കയറി ഇറങ്ങുമ്പോൾ സർക്കാർ ഈ ജനക്കൊല്ല സർക്കാർ ഹോസ്പിറ്റലിൽ പോകാൻ വരുന്നില്ല. ചേച്ചിമാരെ നിങ്ങളെ അറിയാവുന്നത് കൊണ്ട് മാത്രം നിങ്ങളെ ഞങ്ങളൊന്നും ആക്ഷേപിക്കുന്നില്ല എന്ന്. അത് നിങ്ങളുടെ ഔദാര്യത്തിലല്ല സർക്കാർ, ജനങ്ങളുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. ഞാൻ വോട്ട് വാങ്ങിച്ച് നിങ്ങൾ ജനങ്ങളെ പറ്റിച്ച് അറിയാതെ കസേരയിൽ കാണിയിരിക്കുമ്പോഴല്ല ഞങ്ങൾ നടന്ന് പാവപ്പെട്ട അച്ഛനും ഗർഭിണികൾക്ക് കുട്ടികൾക്ക് സേവനം ചെയ്ത് കൊടുക്കുന്നവർ പറഞ്ഞത് കൊണ്ടാണ് സർക്കാർ അവർ ഞങ്ങൾ വെറുതെ അല്ലെങ്കിൽ നിങ്ങൾ പോലെ ചെന്നിരുന്നെങ്കിൽ ചെരുപ്പ് വിചാരിക്കും. നിങ്ങൾ പ്രതിഷേധിക്കുന്ന സർക്കാരെ നാളിലെ സർക്കാരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പാർട്ടിയുടെ പ്രസ്ഥാനത്തിരിക്കുന്നവരാ മുഖ്യമന്ത്രി കണ്ണൂരിന്റെ ചോരപ്പാർട്ടിയുടെ ചോര തീർക്കുന്ന കണ്ണൂരിന്റെ മണ്ഡലത്തിൽ നിന്ന് വന്ന പിണറായി സഹാബി എന്ത് ഈ പാവപ്പെട്ട സ്ത്രീകളെ മാനിക്കുന്നില്ല? കഴിഞ്ഞ 25-ാം തീയതി ഞങ്ങൾ വെയിലും കൊണ്ടിയും മുറ്റത്തിരുന്ന് സമരം ചെയ്തില്ലേ? നിങ്ങളുടെ പൈസ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നാളിലെ സർക്കാരെ നിങ്ങളെ പിൻവാതിൽ കൂടെ കയറിയാറല്ലേ ഞങ്ങൾ അർഹതപ്പെട്ടവരോട് ഞങ്ങൾ വിളിച്ചുകൊണ്ടല്ല ജോലിക്കുന്നത്. ഞങ്ങൾ കൈക്കൂലി കൊടുത്ത് വന്നവരല്ല. 18 വർഷക്കാലമായി പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധികളായിട്ടാണ് വിളിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഔദാര്യമല്ല, ഞങ്ങളുടെ അവകാശമാണ്. ആ അവകാശങ്ങൾ നേടിയെടുക്കാതെ ഞങ്ങൾ ഈ സെക്രട്ടറിയുടെ പണിക്കൽ നിന്ന് ഞങ്ങൾ പോവില്ല. ഇതൊരു സൂചന മാത്രമാണ്. ഇന്ന് രാപ്പകൽ സമരമില്ലെങ്കിൽ നാളെ ഇത് സത്യാഗ്രഹം വിളിക്കും. സത്യാഗ്രഹത്തിന്റെ നേതാവായ ഗാന്ധിജി സാക്ഷി നിർത്തിയാണ് പറയുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പൊയ്യുവാലെ കെട്ടുകെട്ടിച്ച് നമ്മുടെ രാഷ്ട്രപിതാവിനെ സാക്ഷിയാക്കിക്കാൻ പറയുന്ന സഹോദരിമാരെ ഇവർ നാളെ മാറിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സത്യാഗ്രഹത്തിലെത്താൻ ഞാൻ തയ്യാറാണ്. ഇതൊക്കെ മനസ്സിലാക്കുന്നില്ലേ? വിശപ്പിന്റെ വില കൊണ്ടല്ലോ വീട്ടിൽ നിന്ന് സത്യാഗ്രഹ പാത്രമെല്ലാം പെറുക്കിയെടുത്തിട്ട് വന്നിരിക്കുന്നത്. അമ്മ നമ്മളെ കൊണ്ടുപോകുന്നത് മക്കളെ ചോദിച്ചാൽ മക്കളെ നമുക്ക് ആഹാരം വേണ്ടേ, സമയത്ത് പൈസ വേണ്ടേ? 4 മാസമായി കടയിൽ പറ്റു കൊടുക്കാതിരുന്ന അവരെങ്ങനെയാ തരുന്നത്? നമ്മൾ പിന്നീട് കൊടുക്കുമെങ്കിലും കടയിൽ നിന്ന് മറ്റുള്ള നമ്മുടെ മുഷിക്കൊണ്ടിരിക്കുന്നവർ സാധനം മേടിച്ചിട്ട് പോയ ശേഷം
ഉണ്ടായിരിക്കും. ഈ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നമ്മൾ രാഷ്ട്രീയന്മാരെ ഇന്നലെ ട്രെയിൻ കയറി വന്നവരും ബസ് പിടിച്ച് വന്നവരും എല്ലാവരും ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഇവർ മാന്യമായ കൂലി നൽകാത്തതുണ്ട്. ബംഗ്ലാദേശിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്ന് വന്ന് നടക്കുന്നവർക്ക് ഇവർ ഐഡന്റിറ്റി കാർഡും കൊടുത്ത് ഇവിടുത്തെ അതിഥി തൊഴിലാളികളെ നോമലെ പേര് വിട്ട് അവന്മാര് മദ്യപിച്ച് മയക്കുമരുന്നും കഴിച്ചുകൊണ്ട് തല്ലുണ്ടാക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സർക്കാരല്ലേ നിങ്ങൾ? ഞങ്ങൾ അങ്ങനെയാണോ? ഞങ്ങൾ അങ്ങനെ കള്ളും കുടിച്ച് നടക്കുന്ന സ്ത്രീകളാണോ? ഞങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളാണോ? അല്ല. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ വിശ്വസിച്ച അധികാരത്തിലേക്ക് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി രാപ്പകലില്ലാതെ സമരം ചെയ്യുന്ന ജോലി ചെയ്യുന്നവരാണ് ഞങ്ങൾ. അതിന്റെ അർത്ഥത്തിലാണ് ഞങ്ങൾ ഈ സമരത്തിന് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിത സമരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങളുടെ അടുപ്പുകളിൽ തീ കത്തണം. ഞങ്ങളുടെ മക്കൾക്ക് ആഹാരം കൊടുക്കണം. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.